Hi dears, it's me Adarsh from Amma Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ മക്കളെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 2 ചാപ്റ്റർ ആയിട്ടാണ് കേട്ടോ. ആ 2 ചാപ്റ്ററുകൾ എന്ത് ചെയ്യാണ്, നമ്മൾ 30 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഓവർവ്യൂ നടത്താം, എല്ലാത്തിൻ്റെയും നമ്മളൊരു ഓവർവ്യൂ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം മക്കൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. അതായത് എക്സാം എഴുതുന്നതിന് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പരിചയപ്പെടുക, ഒന്ന് ഓടിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും അല്ലേ. ഇതും കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് ചെല്ലുന്നത്? 7:30 നമ്മുടെ പ്രഡിക്ഷൻ ലൈവ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ചെല്ലുന്നു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി മാറി? നിങ്ങൾ ജീനിയസ് ആയിട്ട് മാറി. ആ ജീനിയസ് ആയി നിങ്ങളായിരിക്കും അടുത്ത ദിവസം എന്ത് ചെയ്യുന്നത്? പോയിട്ട് എക്സാം ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ എഴുതി വിടുന്നു കേട്ടോ. അപ്പോൾ ജോഗ്രഫി ഒന്നും എന്താവില്ല, ഒരു ടൈറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റേ ആവില്ല, വളരെ സിമ്പിളായിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യും അല്ലേ. അത്രയേ ഉള്ളൂ, നമുക്ക് അത്രയേ വേണ്ടു. അപ്പോൾ ഇന്ന് 2 ചാപ്റ്ററാണ്, അതായത് സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തന്നെ ഏത് ചാപ്റ്ററും, നമ്മുടെ 4th ചാപ്റ്റർ കേട്ടോ. ഈ 2 ചാപ്റ്ററും നമ്മളിപ്പോൾ 30 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പോവാം കേട്ടോ. നമ്മളൊന്ന് ഓടിച്ച് നോക്കാൻ പോവാണേ. ആദ്യത്തെ, ഞാൻ അധിക സമയം കളയുന്നില്ല, ആദ്യത്തെ ചാപ്റ്റർ നോക്കിയോ, കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ മാറ്റവും, അതായത് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസ്. 2 പാർട്ടായിട്ട് നമുക്ക് ഇതിനെ നോക്കാം കേട്ടോ. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 8 പോയിന്റ്സ് ഉള്ള ഒരു പാർട്ടാണ് കേട്ടോ. 8 പോയിന്റ്സ് ഉള്ള ഒരു പാർട്ടാണ്. രണ്ടാമത് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അത് നമുക്ക് കാലാവസ്ഥ മാറ്റം തന്നെയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, വിശദമായിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ചാപ്റ്റർ കുറച്ച് വലുത് തന്നെയാണ് കേട്ടോ, അത് ചെറിയ ചാപ്റ്റർ ഒന്നല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നോക്കേണ്ട കാര്യം എന്താണ് കാലാവസ്ഥാ മേഖല എന്നുള്ള കാര്യം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ആദ്യം മനസ്സിലാക്കുക, അതൊരു വലിയ ജിയോഗ്രഫിക്കൽ ഏരിയ ആണ് അല്ലേ, ഒരു ലാർജ് ഏരിയ തന്നെയാണ്, ഒരു വലിയ പ്രദേശം തന്നെയാണ്. അവിടെ എന്തായിരിക്കും, ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും. അതായത് കാലാവസ്ഥ സവിശേഷതകളൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഒരേ ആയിരിക്കും, സമാനമായിട്ടുള്ളതായിരിക്കും. അതെവിടെ എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കും? അവിടെയുള്ള മനുഷ്യനെ, അതുപോലെ തന്നെ സസ്യങ്ങളെ അല്ലെ, ജീവജാലങ്ങളെ, അവിടുത്തെ സംസ്കാരത്തെ എല്ലാത്തിനും എന്ത് ബാധിച്ചിട്ടുണ്ട്? ആ കാലാവസ്ഥ ഫീച്ചേഴ്സ് അല്ല, കാലാവസ്ഥ സവിശേഷതകൾ, ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കും, അവിടെ സ്വാധീനിച്ചിട്ടുണ്ടാവുന്നുള്ള കേട്ടോ. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതൊക്കെ രൂപപ്പെടുന്നത് കേട്ടോ. ഈ ക്ലൈമാറ്റിക് റീജിയൻ ഒക്കെ ഇങ്ങനെ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സമയം കളയരുത്, നേരെ നമ്മൾ ക്ലൈമാറ്റിക് റീജിയൻസിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ 8ഓളം ക്ലൈമാറ്റിക് റീജിയൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് നോക്കിക്കോ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. എന്താ മലയാളത്തില്? ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല. പിന്നെന്താ, മൺസൂൺ വരുന്നുണ്ട്, പിന്നെ സാവന്ന വരുന്നുണ്ട്, പിന്നെ ഹോട്ട് ഡെസേർട്ട് ഉഷ്ണ മരുഭൂമികൾ വരുന്നുണ്ട്, പിന്നെന്താ മെഡിറ്ററേനിയൻ വരുന്നുണ്ട്, അതായത് മിതോഷ്ണ പുൽമേടുകൾ വരുന്നുണ്ട്, പിന്നെന്താ വരുന്നത്, ടെമ്പറേറ്റ് ഗ്ലാസ്ലാൻഡ് വരുന്നുണ്ട്, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല വരുന്നുണ്ട്, ടൈഗ മേഖല വരുന്നുണ്ട്, ടണ്ട്ര മേഖലയും വരുന്നുണ്ട് കേട്ടോ. ഇത്രയും 8 സാധനങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കി പോവാം കേട്ടോ. ഒന്നാം നോക്കുക, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല, ഇക്വറ്റോറിയൽ റീജിയൻ ആണ്. അവിടെ നോക്കുക എന്താ അവസ്ഥ, അവിടെ വർഷം മുഴുവൻ എന്താ നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ എന്താ നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള ഈർപ്പമുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ കൺവെക്ഷൻ റെയിൻഫാൾ കിട്ടുന്ന സ്ഥലം കൂടിയാണ് അല്ലെ. ദിവസേനയുള്ള മഴ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, സംവഹന മഴ നന്നായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അത് നമ്മൾ എന്താണെന്നുള്ള കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷമാണ് എവർഗ്രീൻ ഫോറസ്റ്റ് ആയിരിക്കും. നിത്യഹരിത വനങ്ങളാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. ഗോത്ര ജീവിതം, ട്രൈബൽസിന് കുറെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിലൂടെയുള്ള കൃഷി അല്ലെ, മാറി വരുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അവിടെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് കൃഷി ചെയ്യും. നല്ല രസമല്ലേ? അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇവിടെ അവർ കൃഷി ചെയ്യുന്നതും കൂടെ ആലോചിക്കുക. ഓക്കെ, അടുത്തതാണ് മൺസൂൺ റീജിയൻ അല്ലെ. മൺസൂൺ കാലാവസ്ഥ മേഖല, ഇവിടെ ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഡ്രൈ വിന്റർ ആണ്. അതായത് ഈർപ്പമുള്ള വേനൽക്കാലാണ്, അതായത് നനവുള്ള ഒരു വേനൽക്കാലം എന്നൊക്കെ പറയൂലേ, അതുപോലെ ഒരു ഈർപ്പമുള്ള വേനൽക്കാലാണ്. അതുപോലെ തന്നെ എന്താ, ശൈത്യകാലം വളരെ ഷോർട്ടാണ്, ചെറുതാണ്. അതുപോലെ തന്നെ വരണ്ട ശൈത്യകാലമായിട്ട് നമുക്ക് പറയാൻ പറ്റും. മഴയുടെ അളവ് നോക്കി നോക്കി, ഏകദേശം 50 മുതൽ നല്ല രീതിയിലുള്ള മഴ ഇവിടെ കിട്ടാറുണ്ട്, നല്ല രീതിയിലുള്ള മഴ കിട്ടാറുണ്ട്. അതായത് അതാണ് മൺസൂണിന്റെ ഒരു പ്രത്യേകത. മൺസൂൺ എന്താണ്, ഈ മഴ കൊണ്ടുവരുന്ന ഒരു കാറ്റാണല്ലോ അല്ലെ, നല്ല ഈർപ്പമുള്ള ഒരു കാറ്റാണല്ലോ മൺസൂൺ എന്ന് പറയുന്നത്. അപ്പൊ വിളകൾ എന്തൊക്കെയാ, നെല്ല്, തേയില, പരുത്തി പോലെയുള്ള പ്രധാനപ്പെട്ട കുറേ എന്തുണ്ട്, നമ്മുടെ വിളവുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെന്താ, നമ്മുടെ സാവന്ന റീജിയൻ ആണ്, സാവന്ന കാലാവസ്ഥാ മേഖല. ഹോട്ട് സമ്മേഴ്സ്, ഡ്രൈ വിന്റേഴ്സ് ആണ്. ചൂടുള്ള വേനൽക്കാലവും വരണ്ട ശൈത്യകാലവും അല്ലേ, ചൂടുള്ള വേനൽക്കാലവും വരണ്ട ശൈത്യകാലവും നമുക്ക് അവിടെ കാണാൻ പറ്റും, സാവന്ന റീജിയനിൽ കാണാൻ പറ്റും. ഇവിടെ പ്രത്യേകത എന്താ അറിയോ, ഉയർന്ന പുല്ല് കാണാൻ പറ്റും, കുറെ ഉയർന്ന തരത്തിലുള്ള പുല്ല് കാണാൻ പറ്റും. പിന്നെ കുറെ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന കുറെ വിട്ട് കിടക്കുന്ന മരങ്ങളാ കൂടുതൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു കാട് പോലും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വിഭാഗമുണ്ട്, മസായി. ഉദാഹരണമായിട്ട് നമുക്ക് ട്രൈബൽസിന് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റിയൊരു വിഭാഗമാണ് ഇത്, മസായി ഗോത്ര
വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ അത് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. മസായിക്കാരെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കും, മസായി വിഭാഗക്കാരുടെ ക്ലൈമാറ്റിക് റീജിയൻ ഏതാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം, സാവന്ന 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 എന്ന് എഴുതി വെക്കണം. സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? നോക്കിയോ, ഹോട്ട് ഡെസേർട്ട് നോക്കിയോ, ഉഷ്ണ മരുഭൂമികൾ നോക്കിയോ, ഇവിടെ ഭയങ്കര ഹോട്ടസ്റ്റ് ആയിട്ടുള്ള റീജിയൻ ആണ്. അത് പ്രത്യേകിച്ച് പറയണോ സാറേ? ഉഷ്ണമേഖലയല്ലേ അല്ലേ, സോറി ഉഷ്ണല്ലേ അല്ലേ, മരുഭൂമി അല്ലേ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും അല്ലേ. അവിടെ നല്ല മരുഭൂമിയാണ്, നല്ല മണലുള്ള സ്ഥലമാണ്, നല്ല മരുഭൂമിയാണ് കേട്ടോ. അവിടെ എന്താ വളരെ മഴ കുറവാണ്, 25 സെന്റിമീറ്ററിനും താഴെയാണ് എന്ത് മഴ എന്ന് പറയുന്നത് നമുക്കറിയാം. പിന്നെ കള്ളിച്ചെടികൾ, മുള്ളുചെടികൾ പോലെയൊക്കെയാണ് അവിടെ സസ്യങ്ങൾ കാണുന്നത്. അവിടെ ആളുകൾ വളരെ കുറവാണ്. ഉള്ള ആളുകളൊക്കെ എന്താണ് കുറച്ചിങ്ങനെ ഈ എന്താ പറയുക ഡൊമസ്റ്റിക്കേഷൻ, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് കൂടുതൽ. പിന്നെ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെ എണ്ണഖനികളുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ. എണ്ണഖനികൾ, അതുപോലെ തന്നെ ചില അല്ലാതെ സ്വർണ്ണഖനികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അതിൻ്റെ പേരൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ എന്തായാലും പഠിക്കണേ കേട്ടോ. നമുക്കിപ്പോൾ സൗദി പോലുള്ള ഗൾഫ് റീജിയൻ ഒക്കെ നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. അവരുടെ ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ടായത് ഈ പറഞ്ഞ ഖനികളിലൂടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ നോക്കിയേ, മെഡിറ്ററേനിയൻ റീജിയൻ ആട്ടോ. മെഡിറ്ററേനിയൻ കാലാവസ്ഥ, അതായത് നമ്മളൊരു ചിത്രമൊക്കെ പഠിച്ചിരുന്നു അല്ലേ, ഒരു കടലിലെ അരികത്ത് തന്നെ കുറേ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് ഒരു സ്ഥലം പഠിച്ചിട്ടില്ലേ. അതായത് മെഡിറ്ററേനിയൻ കടലിന്റെ ചുറ്റുമുള്ള പ്രദേശമാണ് ഏത്, നമ്മുടെ മെഡിറ്ററേനിയൻ റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചാൽ അത് വേറെ കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ചിത്രം വെച്ച് തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. ഇവിടെ എന്താ അവസ്ഥ, ഒരു ഡ്രൈ സമ്മർ ആണ്. അപ്പോൾ ഡ്രൈ സമ്മർ എന്ന് പറയുമ്പോൾ സമ്മർ എന്താണ്, കുറച്ച് ഡ്രൈ ആയിട്ട് വരണ്ട ഒരു വേനൽക്കാലം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ശീതകാലം അല്ലെങ്കിൽ വിന്റർ സീസൺ എന്ന് പറയുന്നത്, വിന്റർ സീസണിലടക്കം ഇവർക്ക് എന്ത് കിട്ടും, ചെറിയ മഴയൊക്കെ കിട്ടും. ഓക്കെ, വിന്റർ സീസണിൽ ഇവർക്ക് എന്ത് കിട്ടും, ചെറിയ മഴയൊക്കെ കിട്ടുന്ന രീതിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ നിത്യഹരിതമായിട്ടുള്ള കുറ്റിച്ചെടികൾ കാണാൻ പറ്റും. എപ്പോഴും പൂക്കുന്ന അല്ലെങ്കിൽ എപ്പോൾ ഇങ്ങനെ പച്ചപ്പോടെ നിൽക്കുന്ന ചില കുറ്റിച്ചെടികളൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ സിട്രസ് പഴങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് സിട്രസ് പഴങ്ങൾ. അതുകൊണ്ട് തന്നെ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് അവർ എന്താ, എന്താണ് വൈൻ ഉൽപാദകരാണ് ഇവർ. ഏറ്റവും വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റീജിയൻ ആണ് വൈൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. മുന്തിരി, വൈൻ ഉൽപാദനം, വൈൻ പ്രൊഡക്ഷൻ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അതും കൂടി എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ഓർത്തേക്കേണ്ട സാധനം. അടുത്ത് നോക്കിയോ, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, മിതോഷ്ണ പുൽമേടുകൾ. എടാ ഇവിടെ ചോദിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, നിങ്ങൾ ഉഷ്ണമേഖല ഉഷ്ണ മരുഭൂമി പഠിച്ചല്ലോ, അതുപോലെ തന്നെ മിതോഷ്ണ പുൽമേടുകൾ, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് പഠിക്കാൻ പോകുന്നു. ഇത് രണ്ടിൻ്റെ മാപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നോക്കി വെക്കണം കേട്ടോ. അതിൻ്റെ ആ പേരുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പോൾ പുൽമേടുകളെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പേരുകൾ പഠിച്ചു വെക്കണം. ഓരോ തരത്തിലുള്ള പേരുകൾ നമ്മൾ അതിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ പ്രയറി പോലെയുള്ള പേരുകൾ, സ്റ്റെപ്പി പോലെയുള്ള പേരുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കുക. ഇവിടെ ഷോർട്ട് സമ്മർ ആണ്, ലോങ് വിന്റർ ആണ് കേട്ടോ. ചെറിയ വേനൽക്കാലവും വലിയ ശൈത്യകാലവും കാണാൻ പറ്റും. 25 മുതൽ 60 സെന്റിമീറ്റർ വരെ റെയിൻഫാൾ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ എന്താ, ധാന്യകൃഷി, മൃഗസംരക്ഷണമൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അത് ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈഗർ റീജിയൻ ആണ് കേട്ടോ. ടൈഗർ റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതലുള്ള കാര്യം എന്താ, നല്ല വിന്ററാ, നല്ല തണുത്ത കാലമാണ് കൂടുതലുള്ളത്. നല്ല തണുത്ത കാലമാണ് കൂടുതലുള്ളത്. എന്താ പറയുക, വേനൽക്കാലത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ട്. അതായത് വലിയ വേനൽക്കാലമായിട്ടൊന്നുമില്ല, വേനൽക്കാലം ഉണ്ട്, പക്ഷെ അതെന്താണ്, തണുത്തിട്ടുള്ള ഒരു വേനൽക്കാലം തന്നെയാണ് കേട്ടോ. വളരെ കൂളായിട്ടുള്ള ഒരു സമ്മറായിട്ട് പറയാൻ പറ്റും. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മരങ്ങളാണ് അതൊക്കെ കോണിഫറൻസ് മരങ്ങൾ കേട്ടോ. കോണിഫറൻസ് മരങ്ങൾ, പൈൻ, ഫിർ, സ്പ്രൂസ് ഒക്കെ പോലുള്ള മരങ്ങൾ ഇവിടെ ധാരാളം കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കുക, തടി വ്യവസായം, കമ്പിളി വ്യവസായം, ഇതൊക്കെയാണ് അടുത്ത പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിട്ട് നമുക്ക് പറയാൻ പറ്റിയത്. ഇനി അടുത്ത തുന്ദ്ര റീജിയൻ ആണ്. തുന്ദ്ര റീജിയൻ എന്ന് പറഞ്ഞാൽ വളരെ കോൾഡ് ആയിട്ടുള്ള മഞ്ഞ് മൂടപ്പെട്ട സ്ഥലങ്ങളാണ് മക്കളെ. വെരി കോൾഡ്, -40 ഡിഗ്രീൻ്റെ അടുത്തൊക്കെ എത്തും. 40 ഡിഗ്രീൻ്റെ -40 ഡിഗ്രീൻ്റെ അടുത്തൊക്കെ എത്തും. അപ്പൊ ഒന്ന് ആലോചിക്കാം, നല്ല മഞ്ഞൊക്കെ മൂടിയിട്ട് ഇങ്ങനെ വിറച്ച് നിൽക്കുന്ന സ്ഥലമായിരിക്കും. വിറയ്ക്കാൻ തന്നെ ഞാനൊക്കെ ഉണ്ടാവുന്ന അറിയില്ല, ശ്വാസം മുട്ടി ചത്തോ. എനിക്കൊക്കെ ശ്വാസം മുട്ടിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ശ്വാസം മുട്ടി ചത്തോവും ചിലപ്പോൾ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് തുന്ദ്ര എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ മോസസ്, ലിച്ചസ്, ഷേർപ്സ് ഒക്കെ അവിടെ കാണാൻ പറ്റും. പായലുകൾ, ലൈക്കണുകൾ, കുറ്റിച്ചെടികൾ പോലെ സാധനങ്ങളൊക്കെ സസ്യങ്ങളായിട്ട് അതൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് വലിയ മരങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ലാണ്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ, അതൊന്നും ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ ഉണ്ടാവും എങ്ങനത്തെ ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാൻ മതി, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെന്താ, എസ്കിമോള്, ലാപ്പുകളൊക്കെ പോലുള്ള ട്രൈബൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് ആണ്. നമ്മൾ രണ്ടാമത്തെ പോർഷനിലേക്ക് പോവാണ്. അവിടെ UN ആണ് ഡെഫിനിഷൻ കൊടുത്തത്. എന്താണ് UN ഡെഫിനിഷൻ കൊടുത്ത ഡെഫിനിഷൻ എന്താണ്, ലോങ് ടേം ആയുള്ള ചേഞ്ച് ആണ് അല്ലെ. എന്തിന്, വെതർ പാറ്റേൺസിൽ, അതായത് കാലാവസ്ഥയുടെ ചില രീതികളിലൊക്കെ ഉണ്ടായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയെ കാണും, അതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തന്നെ അത് മനസ്സിലാവും. ചില സമയത്ത് ഇപ്പോൾ ഒക്കെ നല്ല ചൂടൊക്കെ കൂടി വരുന്നുണ്ടാവും അല്ലേ. നമുക്കറിയാം, ഇപ്പം മഴക്കാലാണെങ്കിൽ പോലും നമുക്ക് ചൂടായിരിക്കും
അല്ലെ? ചൂടൊക്കെ കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത് കാലാവസ്ഥ മാറ്റം കൊണ്ടാണ്. അത് അപ്രതീക്ഷിതമായിട്ട് അധികമായിട്ട് ഇങ്ങനെ മഴ പെയ്യുക, അതൊക്കെ എന്താണ്? കാലാവസ്ഥ മാറ്റത്തിന്റെ ഫലമായിട്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനേക്കാൾ കൂടിയ പ്രശ്നങ്ങൾ വേറെ വരാനുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. ഇത് രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാ? ഒന്ന് പ്രകൃതിദത്ത നാച്ചുറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, രണ്ടാമത് എന്താ? മാനുഷികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, രണ്ട് തരത്തിലാണ് കാണാൻ പറ്റുക. അപ്പോൾ നമുക്കത് നോക്കുന്ന സമയത്ത് ഈ പ്രകൃതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ഇപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവില്ല, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അതുപോലെ തന്നെ ഓഷ്യൻ കറൻസിന്റെ ഭാഗമായിട്ട് ചില രീതികളിൽ എന്തുണ്ടാവും? ക്ലൈമാറ്റിക് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കോസസുകളാണ്. പക്ഷെ അതേസമയം മനുഷ്യനാണെങ്കിലോ മൂപ്പരാണ് മെയിൻ, നമ്മളാണ് മെയിൻ അല്ലേ? വനനശീകരണം ഉണ്ട്, വ്യവസായങ്ങളിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങൾ, നഗരവൽക്കരണം, അർബനൈസേഷൻ, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ എന്താണ് കാരണം? ഈ കാലാവസ്ഥ മാറ്റത്തിന് കാരണമാവാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. എന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ നോക്കിക്കോ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പ് ഉയരും അല്ലേ, സീ ലെവൽ റൈസ് ചെയ്യും, പിന്നെന്താ? ഹിമാനികൾ ഉരുകും അല്ലെ, ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആവും, പിന്നെ ഡീഫോറസ്റ്റേഷൻ ആണ്, മരുഭൂമിവൽക്കരണം, ഡെസേർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ. പിന്നെന്താ? അതിശക്തമായ മഴ ഉണ്ടാവും അല്ലെ, എക്സ്ട്രീം റെയിൻഫാൾ ഉണ്ടാവും, പിന്നെ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം, അതാണ് മെയിൻ, ആഗോളതാപനം അല്ലെ. അപ്പൊ ആഗോളതാപനത്തെ കുറിച്ച് നോക്കാലോ നമുക്ക്. അവിടെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഹരിതഗൃഹ പ്രഭാവത്തെ കുറിച്ച് പഠിക്കുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്, ആഗോളതാപനത്തെ കുറിച്ച് പഠിക്കുന്നത്, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്. മക്കളെ, എന്താ പറയുക, നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചാണ് അല്ലേ? ഞാൻ അതാ ആലോചിച്ചത്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ച. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോകുന്ന ദീർഘതരംഗ രൂപത്തിൽ പോകുന്ന ഈ ഊർജ്ജത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പിടിച്ചു വെക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അന്തരീക്ഷത്തെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്നതായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അത് ഇനിയും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്യുന്നു അല്ലെ, ചൂടിനെ എന്ത് ചെയ്യുന്നു? ഈ ഗ്യാസസ് ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നു, അന്തരീക്ഷത്തിന് എന്ത് ചെയ്യുന്നു? ചൂട് ഇങ്ങനെ കൂടുന്നു. അതാണ് വാർമിംഗ് എന്ന് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ്. ചൂട് ഇങ്ങനെ കൂടുകയാണ്, ലോകം മൊത്തം ചൂട് കൂടുകയാണ്. ഇതെങ്ങനെയൊക്കെയാ? ഫോസിൽ ഇന്ധനം കത്തിക്കുന്നതിലൂടെ ഒക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ക്ലൈമാറ്റിക് റീജിയനെ സ്വാധീനിക്കുന്ന കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. അത് നിങ്ങൾ വിട്ടുപോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എങ്ങനെയാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ള കാര്യം പഠിച്ചു പോകണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇങ്ങനെയൊക്കെ തന്നിട്ടുള്ളത്. ഇപ്പൊ ഭൂമധ്യരേഖനെ നോക്കുകയാണെങ്കിൽ അവിടെ വനനശീകരണം ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. മരുഭൂമിനെ, ഡെസേർട്ടിനെ നോക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് വലുതാവുന്നുണ്ട്, അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്. ഇനി ധ്രുവം, നമ്മുടെ ധ്രുവപ്രദേശം ഒക്കെ നോക്കുകയാണെങ്കിൽ, പോളാർ റീജിയനിൽ നോക്കുകയാണെങ്കിൽ എന്താ? അവിടെ മഞ്ഞുരുകുന്നുണ്ട് അല്ലെ, അവിടെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? നേപ്പാളിന്റെ പ്രശ്നങ്ങളൊക്കെ പറയാൻ പറ്റുക. നമ്മളൊരു ചിത്രം പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നോക്കുക, പുൽമേടുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ പുൽമേടുകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കൃഷി വ്യാപിപ്പിക്കുന്നുണ്ട്. ഇനി ദ്വീപുകളിലേക്ക് നോക്കുകയാണെങ്കിലോ, നമ്മുടെ മാലിദ്വീപിന് ഓർമ്മയല്ലേ, അവിടെ നോക്കുകയാണെങ്കിലോ അതൊക്കെ വെള്ളത്തിന്റെ അടിയിലായി പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റിയതാ കേട്ടോ. ഇതൊന്നും നിങ്ങൾ വിട്ടുപോകരുത്. ഇനി ഇതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇതിന്റെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അതിൽ ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ WMO ഉണ്ട്, അത് വേൾഡ് ക്ലൈമാറ്റിക് കോൺഫറൻസസ് ആണ്. സ്റ്റോക്ക്ഹോം ഉണ്ട്, എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് ആണ്. എർത്ത് സമ്മിറ്റ് ഉണ്ട്, അജണ്ട 21. നിങ്ങൾക്ക് അതിൽ ടെക്സ്റ്റ് ബുക്ക് കാണാൻ പറ്റും കേട്ടോ. കൊയ്റ്റോ സമ്മേളനം ഉണ്ട്, റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വരുന്നത്. 1997 വരുന്നത് കേട്ടോ. കൊയ്റ്റോ പ്രോട്ടോകോൾ വരുന്നത് 1997 വരുന്നത്. പിന്നെ പാരീസ് എഗ്രിമെന്റ് വരുന്നുണ്ട് 2015. അതുപോലെ തന്നെ G20 സബ്മിറ്റ് വരുന്നുണ്ട് 2023. മക്കളെ, ഇതൊന്ന് നോക്കി വെച്ച് പോവുക. കാരണം എന്ന് വെച്ചാൽ 1 വേർഡിനൊക്കെ ചോദിച്ചാലേ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതണ്ടേ. അപ്പോൾ ഒന്ന് നോക്കി വെച്ച് പോണേ, ആ ഇയറൊക്കെ ഒന്ന് നോക്കി വെച്ച് പോവുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അതിന്റെ ഇനീഷ്യേറ്റീവിന്റെ അതെന്താണെന്നുള്ള ഒന്ന് സിമ്പിളായിട്ടൊന്ന് പഠിച്ചങ്ങ് പോയി കളി കേട്ടോ. സിമ്പിളായിട്ടൊന്ന് പഠിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഉപഭോക്താവും അവകാശങ്ങളും സംരക്ഷണവും അല്ലെ, അതാണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. നോക്കിക്കളയാം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താ പറയുക? ആരാണ് ഉപഭോക്താവ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാവും അല്ലെ. ആരാണ് ഉപഭോക്താവ്? അപ്പൊ നമ്മൾ എന്താ പറയുക? ഒരാളൊരു സാധനം ഇങ്ങനെ വാങ്ങുക, എന്നിട്ട് അത് ഉപയോഗിക്കുക അല്ലെ. അയാൾ പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അയാളെ നമുക്ക് എന്ത് പറയാം? കൺസ്യൂമർ എന്ന് പറയാം. അയാളത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് കൺസ്യൂമർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അയാളത് സ്വന്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? കൺസ്യൂമർ എന്ന് പറയാൻ പറ്റൂ. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ. അടുത്ത് നോക്കാം.
കൺസെപ്ഷൻ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മളൊരു സാധനം വാങ്ങണ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അടിസ്ഥാനപരമായിട്ട് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് എന്താ, പ്രൈസ് അല്ലെ, അതിൻ്റെ വില സ്വാധീനിക്കും, നമ്മളെ വരുമാനം സ്വാധീനിക്കും. പിന്നെന്താ, അതിൻ്റെ ടേസ്റ്റ് അല്ലേ, നമുക്ക് ടേസ്റ്റുള്ള സാധനമൊക്കെ നമ്മൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മളെ ടേസ്റ്റ് ഉണ്ട് അല്ലേ. എനിക്കിപ്പോൾ നല്ലൊരു സിനിമ കാണാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും, ഞാൻ ഇപ്പോൾ സിനിമ പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ വാങ്ങുക അല്ലേ, സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഞാൻ കൂടുതൽ വാങ്ങുക അല്ലേ. ചിലപ്പോൾ വാച്ച് ഏതെങ്കിലും ഒരു ആക്ടർ കിട്ടിയിട്ടുള്ളതായിരിക്കും അല്ലേ, അങ്ങനെയായിരിക്കും ഞാൻ വാങ്ങുക. അപ്പോൾ ടേസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അപ്പോൾ മറ്റെന്തെങ്കിലും സാധനം അതിനുണ്ടോ, അപ്പോൾ അതായത് അതിൻ്റെ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും സാധനം നമുക്ക് കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ അതാ നമ്മൾ വാങ്ങുക, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണേ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോറായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് പോകുന്നത്, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, ഉപഭോക്തൃ സംതൃപ്തി. ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്, നേരിട്ട് ചോദിക്കും കേട്ടോ. ഉപഭോക്തൃ സംതൃപ്തി എന്താണ് എന്നുള്ള രീതി തന്നെ ചോദിക്കും. അപ്പോൾ പഠിച്ചു വെച്ചോ, എന്താ ഉപഭോക്തൃ സംതൃപ്തി? നമ്മളൊരു സാധനം സേവനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തൃപ്തി ഉണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉപഭോക്തൃ സംതൃപ്തി എന്ന് പറയുന്നത് കേട്ടോ. ഉപഭോക്തൃ സംതൃപ്തി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉപഭോക്തൃ സംതൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അളക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ എനിക്ക് അളക്കാനൊന്നും പറ്റില്ല അല്ലേ. എനിക്ക് ഒരാളോട് ഉണ്ടാകുന്ന സ്നേഹം എനിക്ക് അളക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് അല്ലേ, എനിക്കൊരു സാധനത്തോട് ഉണ്ടാകുന്ന സംതൃപ്തി എനിക്ക് അളക്കാൻ പറ്റില്ല അല്ലേ. അതങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനൊരു മാറ്റിക്കുറിച്ച് ഒരാളായിരുന്നു ആര്, ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം വന്നിട്ട് എന്ത് പറഞ്ഞു, എനിക്ക് അളക്കാൻ പറ്റും, എനിക്ക് ഈ സാധനം അളക്കാൻ പറ്റും, സംതൃപ്തിയെ ഞാൻ അളന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരികയാണ്. എന്താണ്, ഉപയുക്തത എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരികയാണ്. അതാണ് മക്കളെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, യൂട്ടിലിറ്റി, ഉപയുക്തത പഠിക്കാൻ പോവാണ് കേട്ടോ. കാർഡിനൽ യൂട്ടിലിറ്റിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പം നോക്കിയോ, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സാധനങ്ങൾക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ളൊരു ശക്തി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അതിന് നമ്മൾ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ പറ്റുമോ ആ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ശക്തിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഉപയുക്തത എന്ന് പറയുന്നത്. നമുക്കത് അളക്കാൻ പറ്റും, നമുക്ക് നമ്പർ വെച്ച് അളക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിനാണ് കാർഡിനൽ യൂട്ടിലിറ്റി ലോ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്, നിയമം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി നോക്കിയോ, കാർഡിനൽ യൂട്ടിലിറ്റി സിദ്ധാന്തം എന്ന് വെച്ചാൽ ഉപയുക്തത എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സംഖ്യാപരമായി അളക്കാൻ പറ്റും എന്നാ പറയുന്നത്, മെഷേർഡ് ന്യൂമറിക്കലി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി ആണ്, TU എന്ന് നമുക്ക് ചെറുതാക്കി പറയാൻ പറ്റും. മൊത്തം യൂട്ടിലിറ്റി, ഒരു ഉൽപ്പന്നത്തിന്റെ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആകെ സംതൃപ്തിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു ഉൽപ്പന്നം നമ്മൾ ഒരു ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ അത് മൊത്തം ഒരു സാധനമായിട്ട് വാങ്ങിയിട്ടുണ്ടാവില്ല, അത് മൊത്തം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന മൊത്തം യൂട്ടിലിറ്റി, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓറഞ്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിറ്റ് കൂടുന്തോറും എന്ത് ചെയ്യും, ടോട്ടൽ യൂണിറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഞാനിപ്പോൾ ഒരു പീടിയെ പോയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തിന്നു തുടങ്ങുകയാണ്, 1 തിന്നു, 2 തിന്നു, 3 തിന്നു, 4 തിന്നു, 5 തിന്നു. അപ്പോൾ 5 ആയല്ലോ. പിന്നെ ഞാൻ തിന്നുകയാണെങ്കിൽ എന്ത് 6, 7 എന്ന് പറയും. അയാൾ എന്നെ തല്ലി ഓടിച്ചില്ല, ഞാൻ പിന്നെ എങ്ങനെ തിന്നുകൊണ്ടിരിക്കില്ലേ, ഇതാ സംഭവം. അപ്പോൾ എത്രത്തോളം തിന്നോ അത്രത്തോളം എന്തുണ്ടാവും, ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് ഉണ്ടാവും. മാർജിനൽ യൂട്ടിലിറ്റി നോക്കി നോക്കൂ, സീമാന്ത ഉപയോഗത്തെ നോക്കി നോക്കൂ, MU നോക്കി നോക്കൂ. അവിടെ എന്താ, അതെന്ന് പറയുന്നത് ഒരു യൂണിറ്റ് കൂടി ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന അധിക ഉപയുക്തതയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓറഞ്ച് അവിടെ തിന്നു, അയാൾ എന്നെ അടിച്ച് പായിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എടുത്ത് തിന്നല്ലോ അല്ലേ, അപ്പം എനിക്കൊരു അധിക യൂട്ടിലിറ്റി കിട്ടും. മൂന്നാമത് ഞാൻ തിന്നുന്നവർ ഒന്നുകൂടി എനിക്ക് അധിക യൂട്ടിലിറ്റി കിട്ടും. നാലാമത് തിന്നവർ ഒന്നുകൂടി എനിക്കൊരു അധിക യൂട്ടിലിറ്റി. പക്ഷെ അത് കുറഞ്ഞാൽ വരിക, എനിക്ക് തൃപ്തി കുറവായിരിക്കും. അതായത് ഒരു ഓറഞ്ച് തിന്നു കഴിഞ്ഞാൽ അടുത്ത ഓറഞ്ച് തിന്നേരം എനിക്ക് ആദ്യം തിന്നേരം അതേ സുഖം കിട്ടൂല, രണ്ടാമത് തിന്നേരം അതിൻ്റെ അതേ സുഖം പിന്നെയും കിട്ടൂല. ഇതിങ്ങനെ കുറഞ്ഞാൽ വരിക. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കൂടുകയും ചെയ്യും, പക്ഷെ എൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്തെങ്കിലും കുറയും ചെയ്യും കേട്ടോ. സീമാന്ത ഉപയുക്തത കുറയും ചെയ്യും. അതങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, എന്ത് ചെയ്യും, TU എന്ത് ചെയ്യും, TU ഇങ്ങനെ കൂടും. അപ്പോൾ MU എന്താവും, MU എപ്പോഴും എന്ത് ചെയ്യുക, കുറയാണ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ആലോചിക്കുക കേട്ടോ. TU എപ്പോഴും കൂടുന്നേരം MU എന്ത് ചെയ്യും, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുക. ഇനി ലോയർ ഡിമിനിഷിങ് എന്ന് പറഞ്ഞാൽ അപജയ സീമാന്ത ഉപയുക്തത എന്ന് പറഞ്ഞാൽ ഉപഭോഗം കൂടുന്നതനുസരിച്ച് MU കുറയുന്നു, മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നു, സീമാന്ത ഉപയുക്തത കുറയുന്നു. ഇതാണ് സംഭവം. അപ്പോൾ എന്താ അതിൻ്റെ ലോൻ്റെ പേര്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിങ് അല്ലെങ്കിൽ അപജയ സീമാന്ത ഉപയുക്തത എന്നങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ ഒരു പ്രശ്നമല്ല. ഇനി ഇതിൻ്റെ പ്രശ്നം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പ്രശ്നം, ഇതെല്ലാം ഗുഡ്സൊക്കെ സെയിം ക്വാളിറ്റി ആയിരിക്കണം, ഒരേ ഓറഞ്ച് ആയിരിക്കണം, ഒരേ മധുരം ആയിരിക്കണം. ഇനി ഓറഞ്ചിനൊക്കെ ഒരേ മധുരം ആയിരിക്കണം. ഇനിയിപ്പോൾ പുളി ഉണ്ടെങ്കിൽ അതിന് ഒരേപോലെയുള്ള പുളി ആയിരിക്കണം, ഒരേ കളർ അയക്കണം, ഒരേ വലിപ്പമായിരിക്കണം. ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. നോ ചേഞ്ച് ഇൻ ഇൻകം ടേസ്റ്റ്, എനിക്ക് എൻ്റെ വരുമാനത്തിലും എൻ്റെ താല്പര്യങ്ങളിലും എന്തുണ്ടാവരുത്, മാറ്റങ്ങൾ ഉണ്ടാവരുത്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാ,
ഉപയോക്തത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് അളക്കാൻ പറ്റില്ല. അതൊരു ഫാക്റ്റ് ആണ് അല്ലേ. നമുക്ക് നമ്മുടെ സംതൃപ്തി ഒന്നും അങ്ങനെ എളുപ്പത്തിലൊന്നും അളക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഗുഡ്സിനെ കുറിച്ചാണ് മക്കളെ. ഗുഡ്സിനെ കുറിച്ച് എളുപ്പത്തിൽ നോക്കാം. ഫ്രീ ഗുഡ്സ് ഉണ്ട്, എക്കണോമിക് ഗുഡ്സ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട് അല്ലേ. അതായത് നമുക്ക് ഫ്രീ ഗുഡ്സ് എന്ന് പറയുമ്പോൾ സൗജന്യമായി കിട്ടുന്ന സാധനങ്ങളാണ് അല്ലേ, ഇപ്പോൾ എയർ, സൺലൈറ്റ് ഒക്കെ പോലെ. ഇനി എക്കണോമിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സാമ്പത്തികമായി നമുക്ക് പൈസ കൊടുത്തൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ്. ഭക്ഷണം, വാഹനങ്ങളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഉപഭോക്ത സാധനങ്ങളാണ്. ഇപ്പോൾ വസ്ത്രങ്ങൾ, വീടുകളൊക്കെ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, മൂലധന സാധനങ്ങൾ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നൊരു സാധനം ഉണ്ടാവില്ലേ, ഇപ്പോൾ മെഷീൻസ്, അതൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു പാല് എന്ന് പറഞ്ഞാൽ നോൺ ഡ്യൂറബിൾ ആണ് അല്ലേ. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ മേശ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനമാണ്. അതാണ് ഗുഡ്സിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് അല്ലേ. ഓക്കെ, അടുത്തെന്താ, നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം മക്കളെ, സിമ്പിളായിട്ട് പറയും. ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നമ്മൾ ഡേറ്റ് നോക്കണം അല്ലേ, എന്തൊക്കെ സാധനങ്ങൾ അതിൽ എന്താ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ട് എന്നുള്ള കാര്യം നോക്കണം, എപ്പോഴാണ് ഉണ്ടാക്കിയത് നോക്കണം, അതിൻ്റെ ബ്രാൻഡ് നോക്കണം, അതിൻ്റെ മാർക്കുകൾ നോക്കണം. ഇത് നമുക്ക് അല്ലാണ്ട് തന്നെ അറിയുന്ന കാര്യമല്ലേ. അത് എഴുതി കൊടുത്താൽ മതി മക്കളെ, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ GST ബില്ല് കാര്യങ്ങളൊക്കെ വാങ്ങണേ, അതുകൂടെ എഴുതണേ കേട്ടോ. GST ബില്ലൊക്കെ എഴുതണം കേട്ടോ. ഓക്കെ, അതും കൂടെ നോക്കണേ. പിന്നെ നോക്കിയേ, ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുക ഏറ്റവും സാധ്യത കൂടിയ ഒരു ഭാഗമാണ് ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്, ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം. 1966 കേട്ടോ ഇത് സ്ഥാപിക്കുന്നത്. കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ മുംബൈയിലാണ് സ്ഥാപിക്കുന്നത്, 1966. നോക്കി വെച്ചോ. ഇനി അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുക, ഇതിലുള്ള വഞ്ചനകളൊക്കെ തടയുക, പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുക, ഉപഭോക്താക്കളെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശാക്തീകരിക്കുക. അതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്നൊക്കെ പറയുന്ന ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യം. ഇനി ഇതിന് നിയമങ്ങളൊക്കെ ഇപ്പോൾ വന്നതെന്ന് വെച്ചാൽ 1986 ആക്ട് വരുന്നത് കേട്ടോ. 1986 ആക്ട് വരുന്നത്. അപ്പോൾ ആ ആക്ട് എന്ന് പറയുന്നത് കൺസ്യൂമർ കോർട്ടൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, വലിയൊരു ആക്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2019 എന്ത് വന്നു, ഒരു ആക്ടും കൂടെ വീണ്ടും വന്നു. ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ശക്തമായിട്ട് എന്ത് വന്നു, ഈ ആക്ട് പിന്നീട് നിലവിൽ വരികയാണ്. കുറേ അധികം നിയമങ്ങൾ കൂടി അതിൽ എന്താ പറയുക ആഡ് ഓൺ ആവുന്നുണ്ട്, കുറേ ആഡ് ആവുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ വരെ എന്താ ചെയ്യുക, ഇവർ മോണിറ്റർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത്രയേറെ എന്ത് വന്നിട്ടുണ്ട്, ചേഞ്ചുകൾ വന്നിട്ടാണ് വന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു ഉപഭോക്താവിനുള്ള അവകാശങ്ങൾ, എന്തൊക്കെയാണ് കൺസ്യൂമർ റൈറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാം. എന്താണ്, സുരക്ഷയ്ക്കുള്ള അവകാശമുണ്ട്. നമുക്കൊരു സാധനം വാങ്ങുന്നവർ അതിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് നമുക്ക് അവകാശമുണ്ട് അല്ലേ. റൈറ്റ് ടു സേഫ്റ്റി, അത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആരെങ്കിലും പറഞ്ഞൊന്നും കേട്ടോ നമ്മൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം അല്ലെ, നമുക്ക് വാങ്ങാം. പിന്നെന്താ, അറിയാനുള്ള അവകാശമുണ്ട്, നമുക്കത് എന്താ പ്രൊഡക്റ്റ്, അതിലെന്താ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് കേൾക്കാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലെ. പിന്നെന്താ, പരിഹാരത്തിനുള്ള അവകാശം, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചു പോയാൽ, ആ സാധനം നമുക്ക് കേടുപാടുള്ളതാണ് എന്ന് സംഭവിച്ചു പോയാൽ അതിൽ നിന്നും പരിഹാരം നേടേണ്ട അവകാശം നമുക്കുണ്ട്. പിന്നെന്താ, ഉപഭോക്തൃ വിദ്യാഭ്യാസമുള്ള അവകാശമുണ്ട്. ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ നമുക്കുണ്ട് എന്നറിയാനുള്ള അവകാശം കൂടി നമുക്കുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ പഠിക്കാനുള്ള അവകാശം കൂടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സിലബസ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി കോർട്ടാണ്, 3 ടൈപ്പിലുള്ള കോർട്ടാണുള്ളത്, നാഷണൽ, സ്റ്റേറ്റിൽ, ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ 10 കോടിയുടെ മേലൊക്കെ ആണെങ്കിൽ നാഷണൽ ലെവലിൽ പോവുക, അത് 1 കോടിൻ്റെ 10 കോടിൻ്റെ ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റേറ്റിൽ നമുക്ക് പോവാം. അതേസമയത്ത് 1 കോടിയിലാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജില്ലാ കോടതിയിലൊക്കെ പോകാം, ഡിസ്ട്രിക്റ്റിലൊക്കെ പോകാം കേട്ടോ. അങ്ങനെയാണ് സുപ്രീം കോടതിൻ്റെ ഘടന. ഏറ്റവും അപ്പെക്സ് എന്ന് പറയുന്നത് ദേശീയമാണ് കേട്ടോ, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻ ആണ് കേട്ടോ. അതാണ് ഏറ്റവും കോർട്ടാണ് കേട്ടോ, ഏറ്റവും വലിയ എന്താ അപ്പെക്സ് ബോഡി, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു കോർട്ട് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള കോർട്ടാണ്, ദേശീയ ലെവലിലുള്ള കോർട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്തെന്താ, കോമൺ ഫ്രോഡ്സ് ആണ്. ഒന്നാമതായി നോക്കുക, എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന ഫ്രോഡ്സുകൾ നമ്മൾ എങ്ങനെയാണ്, എവിടെ പോയാലും പരിഹാരം കിട്ടുക എന്നുള്ള. ഒന്ന് UGC, അതുപോലെ തന്നെ IICTE, അതുപോലെ തന്നെ ഉപഭോക്തൃ കോടതി എന്നിവയിൽ പരാതി നൽകിയാൽ നമുക്ക് അതിൽ നിന്നുള്ള എന്ത് കിട്ടും, നമുക്ക് പരിഹാരം കിട്ടും. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പറ്റിച്ചാൽ. പിന്നെന്താ, നമുക്ക് ഹെൽത്ത് കെയർ ഫ്രോഡ്സ് ആണെങ്കിൽ ഇപ്പോൾ ഹെൽത്തിൻ്റെ വിഭാഗത്തിൽ ആശുപത്രി അങ്ങനത്തെ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെയാണ് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നത് നമുക്ക് അവിടെ പോകാം. മെഡിക്കൽ കൗൺസിലിനൊക്കെ നമുക്ക് സമീപിക്കാം, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി, ആരോഗ്യ മിനിസ്ട്രി ഓഫ് എന്താ പറയുക ഹെൽത്ത് മിനിസ്ട്രിനൊക്കെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. പിന്നീട് ജോബ് അബ്രോഡ്, നമുക്ക് അബ്രോഡ് പോയിട്ടാണ് എന്തെങ്കിലും സ്കാമിലൊക്കെ പെടുന്നെങ്കിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയങ്ങളിലും അതുപോലെ തന്നെ അവിടുത്തെ എംബസികളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സമീപിക്കാൻ പറ്റും. ഉപഭോക്തൃ കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഫ്രോഡ് ആണെങ്കിൽ സൈബർ ക്രൈം പോർട്ടലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ലൈനും
കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ബാങ്കിങ് ആണെങ്കിൽ നമുക്ക് ബാങ്കിൽ തന്നെ പരാതി കൊടുത്തിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചൊന്നും റീപ്ലൈ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നേരെ റിസർവ് ബാങ്ക് ഓംബുഡ്സ്മാനെ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കംപ്ലൈന്റ് സമർപ്പിക്കാൻ പറ്റും. നമുക്ക് ഓൺലൈനിലൂടെ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ. പിന്നെന്താ, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നുമില്ല, നമുക്കൊരു വെള്ള പേപ്പറിൽ എന്ത് ചെയ്യുക, പരാതി കൊടുത്തിട്ട് അതിനോടുള്ള അറ്റാച്ച് ചെയ്യുക. നമുക്ക് അതിന്റെ നമുക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അറ്റാച്ച് ചെയ്ത് എന്ത് ചെയ്യുക, കൊടുക്കുക. അതാണ് ഫയലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നോക്കുക എന്തൊക്കെ സിമ്പിൾസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്തൊക്കെയാണ് അതിന്റെ സിമ്പിൾസ്? ഒന്നാമത് ISIയും അക്മാർക്കും FSSAI ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതിൽ ISI എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ്, വ്യാവസായിക ഉൽപ്പന്നങ്ങളാണ്. അക്മാർക്ക് എന്ന് പറയുന്ന അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആണ്. ഇനി FSSAI എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡ്, നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ടുള്ള മാർക്കാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കുകൾ എന്ന് പറയുന്നത്, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇനി എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും അശ്രദ്ധയും അജ്ഞതയുമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്തുണ്ട്, നമുക്ക് പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നേരം. അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെപ്പോഴും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അറിവ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുക, നമുക്കുള്ള അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാവുക അല്ലേ? കൺസ്യൂമറിന്, ഒരു ഉപഭോക്താവിന് അവകാശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെന്താ, വ്യാപാരത്തിന് നല്ല സേഫ്റ്റി അല്ലെങ്കിൽ വ്യാപാരത്തിൽ കച്ചവടത്തിൽ നല്ല ഉറപ്പ് വരുത്തുക, സുരക്ഷ ഉറപ്പ് വരുത്തുക. പിന്നെന്താ, ഈ കൺസ്യൂമറിന് നീതി കിട്ടുക അല്ലെ, അവർക്ക് എന്ത് കിട്ടുക, കൺസ്യൂമർ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താ, വഞ്ചനക്കെതിരായിട്ടുള്ള അവബോധം, അവയർനെസ് എഗെയിൻസ്റ്റ് ഫ്രോഡ്സ്, പറ്റിക്കപ്പെടുന്നവർക്കെതിരെയുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഒരു സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് 2 ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഓവർവ്യൂ ആണ്, മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതിൽ എന്തുണ്ട്, ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അതിനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് വൈകുന്നേരം ലൈവിലേക്ക് വരണം. നമ്മുടെ പ്രഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രഡിക്ഷനൊന്നും കണ്ടു കഴിഞ്ഞാൽ മക്കൾ എന്താണ്, അടിപൊളിയായിട്ട് മക്കൾക്ക് പോയത് കേട്ടോ. നാളെ പരീക്ഷ പേപ്പർ കിട്ടിയാൽ വളരെ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ആവുക. നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ.